Chapter 12 Class 5 Machini Adhyapak. If you want more videos, please write which class and chapter name in comment box. നമുക്ക് लेसन തുടങ്ങാം. लखनऊ के विद्या भवन हायर सेकेंडरी स्कूल में अलग अलग विषयों को पढ़ाने के लिए റോബോ അധ്യാപക് നിയുക്ത് थे. ലഖ്നൗവിലാണ് ഈ സംഭവം. അവിടുത്തെ വിദ്യാഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ വിഷയങ്ങൾക്കും അതായത് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് പഠിപ്പിക്കാനായിട്ട് റോബോട്ടിക് അധ്യാപകന്മാർ ഉണ്ടായിരുന്നു. നിയുക്ത് ഥേ പറഞ്ഞാൽ അപ്പോയിൻറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ये റോബോ അധ്യാപക് ബംഗളൂരു के एक फैक्ट्री में बनाए गए थे. ഈ റോബോട്ട് അധ്യാപകന്മാർ ബാംഗ്ലൂരിലെ ഒരു ഫാക്ടറിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. एक दिन गलती से चौथी कक्षा में हिंदी की क्लास लेने के लिए 10वीं कक्षा के विज्ञान के റോബോ അധ്യാപക് ആ പहुँचे. ഒരു ദിവസം അറിയാണ്ട് നാലാം ക്ലാസ്സിലത്തെ ഹിന്ദി സബ്ജക്റ്റ് പഠിപ്പിക്കാനായിട്ട് 10ാം ക്ലാസ്സിലെ സയൻസ് എടുക്കുന്ന റോബോട്ടിക് അധ്യാപക് വന്നു. ഉൻകാ നാം V10 था. V10 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ബച്ചോं को इस बात का पता नहीं था. കുട്ടികൾക്ക് മനസ്സിലായില്ല ഇത് തെറ്റായിട്ടാണ് ഈ റോബോ വന്നിരിക്കുന്നത്. देखने में सभी റോബോ अध्यापक एक जैसे ही लगते थे, इसलिए बच्चों को संदेह भी नहीं हुआ. കാണുമ്പോൾ എല്ലാ റോബോട്ടിക് അധ്യാപകന്മാരും സെയിം ആയിരുന്ന കാരണം കുട്ടികൾക്ക് ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല. സന്ദേഹ് പറഞ്ഞ ഡൗട്ട്. अध्यापक जी कुर्सी पर बैठ गए और बोले, बच्चों आज हम तुम्हें ആപേക്ഷിക് ഘനത്വ കെ ബാരെ മേ ബതായെങ്കെ. അധ്യാപകൻ ചെയറിലിരുന്നിട്ട് പറഞ്ഞു, കുട്ടികളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആപേക്ഷിക് ഘനത്വം പറഞ്ഞ റിലേറ്റീവ് ഡെൻസിറ്റി, അത് ഫിസിക്സ് എന്ന ചാപ്റ്ററിൽ ഫിസിക്സ് ബുക്കിലത്തെ ഒരു ചാപ്റ്ററാണ് റിലേറ്റീവ് ഡെൻസിറ്റി, അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് അധ്യാപകൻ പറഞ്ഞു. ബച്ചെ ഏക് ദൂസരെ കാ മുँह देखने लगे. കുട്ടികൾക്ക് ഒന്നും മനസ്സിലാവാണ്ട് തമ്മിൽ നോക്കാൻ തുടങ്ങി. रजनी ने कहा, सर ये तो हिंदी का घंटा है. रजनी പറഞ്ഞു, ഇത് ഹിന്ദി ക്ലാസ് അല്ലേ. लेकिन अध्यापक जी पर इस बात का कोई असर नहीं पड़ा. പക്ഷേ അധ്യാപകൻ അത് കേട്ടിട്ടും ഒരു മൈൻഡും ഉണ്ടായിരുന്നില്ല. अपने सुपरफाइन स्टील के बने मुंह से वह कहने लगे, कोई बात नहीं, आज इस घंटे में भी विज्ञान पढ़ लो. റോബോട്ട്സ് ആയ കാരണം അവർ നല്ല സൂപ്പർ ഫൈൻ സ്റ്റീൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഉണ്ടാക്കിയ വായ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. സാരമില്ല, ഈ സമയത്ത് അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമുക്ക് വിജ്ഞാൻ പഠിക്കാം. വിജ്ഞാൻ എന്ന സയൻസ് പഠിക്കാം. मैं तो भौतिक विज्ञान ही पढ़ा सकता हूँ. എനിക്ക് ഫിസിക്സ് ഭൗതിക് വിജ്ഞാൻ എന്ന ഫിസിക്സ് മാത്രമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഹിന്ദി പഠാന മേരെ ബസ് की बात नहीं है. ഹിന്ദി പഠിപ്പിക്കലൊന്നും എൻ്റെ വിഷയമല്ല. वास्तव में हुआ यह था कि रोबो इंजीनियर ने पिछले दिन सभी रोबो अध्यापकों के कल पुर्जे खोल के उनकी सफाई की थी और उनमें तेल डाला था. ശരിക്കും എന്താ സംഭവിച്ചത് എന്നാൽ ഇന്നലെ റോബോട്ടിക് എഞ്ചിനീയർ എല്ലാ റോബോട്ടിക് അധ്യാപകന്മാരെയും കൊണ്ടുപോയി അതിൻ്റെ പുർജെ എന്ന് വെച്ചാൽ സ്പെയർ പാർട്സ് ഒക്കെ തുറന്നിട്ട് അതിനെ ക്ലീൻ ചെയ്യുകയും അതിൽ എണ്ണ ഒഴിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. उसने गलती से हिंदी के अध्यापक के पैरों के पुर्जे विज्ञान के इन अध्यापक जी के पैरों में डाल दिए और महाशय V10 हिंदी की कक्षा में पहुंच गए पढ़ाने. ആ റോബോട്ടിക് എഞ്ചിനീയർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹിന്ദിയുടെ അധ്യാപകൻ്റെ കാലിലത്തെ സ്പെയർ പാർട്സിൽ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു സ്പെയർ പാർട്ടാണ് യോജിച്ചു വെച്ചത്. എന്നിട്ട് ഇദ്ദേഹം തന്നെ ഇവരുടെ ഈ 4ാം ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞു. रजनी की बात पर शायद उन्होंने गौर किया, इसलिए कुछ सोचकर कहा. രജനി പറഞ്ഞില്ലേ ഹിന്ദി ക്ലാസ്സാണ്, അപ്പോൾ അതിനെ അയാൾ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, അച്ഛാ तो आपेक्षिक घनत्व छोड़ो, എന്നാൽ പിന്നെ ഫിസിക്സ് വിടൂ. हम विज्ञान की और बातों पर चर्चा करेंगे. നമ്മൾക്ക് സയൻസിനെ കുറിച്ച് വേറെ എന്തെങ്കിലും സംസാരം തുടങ്ങാം. यह बताओ कि तुम अपनी ओर से क्या क्या जानना चाहते हो. നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ട വിഷയങ്ങൾ. बच्चे खुश हो गए कि किताब नहीं पढ़नी पड़ेगी.
കുട്ടികൾക്ക് ബുക്ക് നല്ല പഠിക്കണ്ടേ എന്ന് കേട്ടപ്പോഴേക്കും സന്തോഷം തോന്നി. ബാത്തേ കരേംഗെ, സംസാരിക്കുകയാണല്ലോ ഇന്നത്തെ വിഷയം. പ്രദീപ് ഖടാ ഹോക്കർ കഹനെ ലഗ, പ്രദീപ് എന്ന പറഞ്ഞ കുട്ടി നിന്നിട്ട് പറയാൻ തുടങ്ങി. സർ, ഹം बहुत दिनों से सुन रहे हैं कि बृहस्पति आदि दूर के ग्रहों पर मनुष्य उसी तरह आ जा सकेंगे जिस तरह आज वह पृथ्वी पर आता जाता है. പ്രദീപ് എന്ന് പറഞ്ഞ കുട്ടി പറയാണ്, കുറേ ദിവസമായിട്ട് കേൾക്കണു ബൃഹസ്പതി എന്ന പ്ലാനറ്റ്, അതായത് ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം, ആ പ്ലാനറ്റിൽ എർത്ത് നമ്മളുടെ ഭൂമിയെ പോലെ തന്നെ ആൾക്കാർക്ക് വരാനും പോവാനും സാധിക്കും എന്ന്. पर अभी तक ये संभव नहीं हो पाया है, इसका क्या कारण है? പക്ഷേ ഇതുവരെ ആയിട്ട് ഇത് സംഭവിച്ചിട്ടില്ലല്ലോ, അതെന്താ റീസൺ? അധ്യാപക് ജി കഹനെ ലഗെ തുമ്ഹാരി ബാത് സഹി ഹെ, അധ്യാപകൻ അപ്പം പറഞ്ഞു, നീ പറഞ്ഞ കാര്യം ശരിയാണ്. വിജ്ഞാൻ അഭി തക് ऐसा कोई साधन नहीं ढूंढ सका है जिससे मनुष्य पलक झपकते या यूं कहें कि घंटे आधे घंटे में लाखों करोड़ों मील की यात्रा कर सके. നിൻ്റെ കാര്യം ശരി തന്നെയാണ്, പക്ഷേ സയൻസിന് ഇതുവരെ ഒരു ഉപകരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത് വെച്ച് എന്താണ് പലക് ഝപക്തേഹി, അതായത് ഞൊടിയിടയിൽ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മുക്കാൽ മണിക്കൂറിൽ തന്നെ ലാഖോ മീൽ, കുറേ ദൂരം യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഉപകരണവും സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. अंतरिक्ष यान इतने ज़्यादा तेज़ नहीं चलते. अंतरिक्ष यान പറഞ്ഞാൽ സ്പേസ് ക്രാഫ്റ്റ്, അതിന് ഇത്രയും സ്പീഡിൽ പോകാൻ വരാൻ പറ്റില്ല. वे कई वर्षों में इन दूर के ग्रहों पर पहुंचते हैं. അവർ കുറേ വർഷങ്ങളെടുത്തിട്ടാണ് ഇത്രയും ദൂരമുള്ള ഈ പ്ലാനറ്റ്സിലൊക്കെ എത്തുന്നത്. और किसी भी यात्रा के लिए इतना समय देना संभव नहीं है. എന്നിട്ട് ഇത്രയും ദൂരം യാത്ര ഏത് യാത്രയ്ക്കും ഇത്രയും സമയം കൊടുക്കണതൊന്നും ശരിയല്ല എന്ന്. കുച്ച് ദേർ ചുപ് രഹക്കർ വേ ഫിർ ബോലെ, കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നിട്ട് അവർ പിന്നെയും പറഞ്ഞു, ലേക്കിൻ മേനെ ഇസ്കി തർക്കീബ് ഢൂണ്ട് ലി ഹെ, പക്ഷേ ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. തർക്കീബ്, സൊല്യൂഷൻ. ബച്ചേ യഹ് സുൻകർ ബഡേ ഉത്സാഹിത് ഹുവേ, കുട്ടികൾ ഇത് കേട്ടപ്പോഴേക്കും വളരെ എക്സൈറ്റഡ് ആയി. ഉത്സാഹിത്, എക്സൈറ്റഡ്. വേ ബോലെ तो फिर सर आप इसे सामने क्यों नहीं लाते, എന്നാൽ പിന്നെ നിങ്ങളെന്താ അത് മുമ്പിൽ കൊണ്ടുവരാത്തത് എന്ന്. ഇസ്സെ ആപ്കാ ബഡാ നാം ഹോ ജായേഗ, ഇതിൽ നിന്ന് താങ്കൾക്ക് നല്ല പേരും കിട്ടും. और हो सके तो हमें भी किसी ग्रह की सैर कराइए, പറ്റാണെങ്കിൽ നമ്മളെയും ഏതെങ്കിലും പ്ലാനറ്റിനെ ചുറ്റി കാണിപ്പിച്ചു തരൂ. ഹം സബ് ആപ്കെ ആഭാരി രഹേംഗെ, ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും. അധ്യാപക് ജി ने कहा, अगर तुम लोग यह वचन दो कि तुम में से कोई अपने जीवन में बेईमानी नहीं करेगा तो मैं तुम्हें ബൃഹസ്പതി ഗ്രഹ की സേർ करवा सकता हूँ. അധ്യാപകൻ കുട്ടികളുടെ സംസാരം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പ്രോമിസ് ചെയ്യൂ, നിങ്ങൾ ഒരിക്കലും എന്താ പറയുക ഡിസ്ഓണസ്റ്റി കാണിക്കില്ല, കള്ളത്തരങ്ങൾ കാണിക്കില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ ജൂപ്പിറ്റർ പ്ലാനറ്റിൻ്റെ ഒരു റൗണ്ടൊക്കെ ചുറ്റിപ്പിക്കാം. सब लड़के लड़कियां एक साथ बोल उठे, हम वचन देते हैं सर, हम ईमानदार बनेंगे. എല്ലാവരും അപ്പോൾ പ്രോമിസ് കൊടുത്തു, ഞങ്ങൾ എപ്പോഴും സത്യസന്ധതയുള്ളവരായിരിക്കും എന്ന്. शाबाश, अगले रविवार को जो बच्चे चाहे मेरे घर आ जाए मैं सबको ബൃഹസ്പതി की സേർ कराने ले चलूँगा. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, അടുത്ത സൺഡേ ആർക്കൊക്കെ ഇത് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അവരൊക്കെ എൻ്റെ വീട്ടിലേക്ക് വന്നോളൂ, ഞാൻ എന്താ വെച്ചാൽ ചെയ്യാം. रविवार आया, कुछ छात्र छात्राएं अध्यापक जी के घर पहुँचे. സൺഡേ എത്തി, ചില കുട്ടികളൊക്കെ സാറിൻ്റെ വീട്ടിലെത്തി. अध्यापक V10 ने पहले सबको शरबत पिलाया, फिर वे उन्हें घर के पिछवाड़े बनी अपनी प्रयोगशाला में ले गए. കുട്ടികൾ വന്നപ്പോൾ അധ്യാപകൻ അവർക്ക് ജ്യൂസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നിൽ ഉണ്ടാക്കിയ പ്രയോഗശാല, അതായത് ലബോറട്ടറി അല്ലെങ്കിൽ ലാബിലേക്ക് കൊണ്ടുപോയി. वहाँ सैकड़ों तारों और बहुत सारे छोटे बड़े यंत्रों के बीच बल्ब जल बुझ रहे थे. അവിടെ കുറേ സ്റ്റാർസും കുറേ യന്ത്രങ്ങൾ, അതായത് മെഷീനുകളുടെ ഇടയിൽ ബൾബ് ഓണും ഓഫും ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
ഉൻസെ ലാൽ പീലി ഹരി നീലി റോഷ്നിയാ നിക്കൽ രഹി थी. ആ ബൾബിൽ നിന്ന് റെഡ് പീലി യെല്ലോ ഹര ഗ്രീൻ നീലി ബ്ലൂ ലൈറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. उन्होंने इन सब रोशनियों को सामने रखे एक लेंस में ഫോക്കസ് കിയ. അദ്ദേഹം ഈ എല്ലാ ലൈറ്റ്സ് വരുന്നതിനെ ഒരു ലെൻസിലേക്ക് ഫോക്കസ് ചെയ്തു. फिर बच्चों को विशेष प्लास्टिक से बने कपड़े पहनने को दिए. എന്നിട്ട് കുട്ടികളുടെ അടുത്ത് സ്പെഷ്യൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു തുണി ഇടാൻ പറഞ്ഞു. ഖുദ് ബി പെഹനെ, എന്നിട്ട് സ്വന്തവും ഇട്ടു. बच्चों को एक दूसरे का हाथ पकड़वाकर लेंस के सामने दूसरी ओर खड़ा कर दिया. കുട്ടികളെ തമ്മിൽ തമ്മിൽ കൈയൊക്കെ പിടിപ്പിച്ചിട്ട് ലെൻസിൻ്റെ വേറൊരു സൈഡിലേക്ക് നിർത്തി. फिर उन्होंने बच्चों से कहा अब मैं इस यंत्र का एक बटन दबाऊंगा. ഇനി ഞാൻ ഈ മെഷീൻ്റെ ഒരു ബട്ടൺ അമർത്തും. ബട്ടൺ ദബത്തെ ഹി ലെൻസ് സെ വിശേഷ് പ്രകാർ കി കിരണേ നിക്ലേങ്കി. ബട്ടൺ അമർത്തുമ്പോഴേക്കും ലെൻസിൽ നിന്ന് പലതരത്തിലുള്ള ലൈറ്റ്സും വരും. ഇൻകാ രംഗ് ഹൽക്ക ഗുലാബി സാ ഹോഗ. അതൊരു പിങ്ക് ലൈറ്റ് പോലെ ആയിരിക്കും. ये किरणें तुम सबको पार करके ആകാശ് മേ സീധി ചലി ജായേഗി. അതൊക്കെ നിങ്ങളെ പാർ ചെയ്തിട്ട് ആകാശത്തിലേക്ക് പോകും. जहाँ से भी ये किरणें गुजरेगी वहाँ का ഗുരുത്വാകർഷൺ സമാപ്ത് ഹോ ജായേഗ. എവിടെ നിന്നൊക്കെയാണ് ഈ ലൈറ്റുകൾ പോവുക അവിടുത്തെ ഗുരുത്വാകർഷൺ എന്നാൽ ഡെൻസിറ്റിയൊക്കെ കുറയാൻ തുടങ്ങും. തും സബ് ഏക്ദം ബാർഹീൻ ഹോ ജാओगे. നിങ്ങളൊക്കെ വെയ്റ്റ്ലെസ് ആയിട്ട്, അതായത് വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരെ പോലെ തോന്നും. ഓർ ബിനാ പ്രയത്നക്കെ ചൽ ഫിർ സക്കോगे. എന്നിട്ട് നടക്കാൻ ഒക്കെ പറഞ്ഞാൽ വെയിറ്റ് ഇല്ലാണ്ട് നമ്മൾ ഈ സ്പേസിലൊക്കെ കണ്ടിട്ടില്ലേ, അങ്ങനെ പറന്ന് നടക്കണ പോലത്തെ ഒരു ഫീലിംഗ് വരും. फिर मैं दूसरा बटन दबाऊंगा. എന്നിട്ട് ഞാൻ വേറൊരു ബട്ടൺ അമർത്തും. उसके दबते ही लेंस से बेजनी रंग की किरणें निकलेंगी. എന്നിട്ട് വേറെ ബട്ടൺ അമർത്തുമ്പോൾ ബീച്ച് കളർ ആ ലൈറ്റിലാണ് ഒരു ലൈറ്റ് പുറപ്പെടും. तुम्हें हल्का सा धक्का लगेगा पर इस धक्के से इतनी ज़्यादा शक्ति होगी कि तुम बड़ी तेज़ी से आकाश में तैरने लगोगे. നിങ്ങൾക്കൊരു ധക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തള്ള് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് വരും. പക്ഷേ ഇത് വെച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ആകാശത്തിൽ ഒരു സ്വിം ചെയ്യണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും, പറക്കണ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നും. इसी धक्के के सहारे हम सब बृहस्पति ग्रह तक पहुंच जाएंगे. ഈ തള്ള് കാരണം തന്നെ നമ്മൾക്ക് ജൂപ്പിറ്റർ പ്ലാനറ്റിലേക്ക് എത്താൻ പറ്റും. इस यात्रा में पौन घंटे से ज़्यादा समय नहीं लगेगा. ഇതിൽ ക്വാർട്ടർ ടൈം അല്ലെങ്കിൽ 1/4 മണിക്കൂറിനേക്കാളും കൂടുതൽ സമയം എടുക്കില്ല. अध्यापक V10 यह कह ही रहे थे कि स्कूल के रोबो इंजीनियर वहाँ आ पहुँचे. उनके साथ स्कूल के प्रिंसिपल भी थे. ഇത് V10 അധ്യാപകൻ പറയുമ്പോഴേക്കും അവിടെ റോബോട്ടിക് എൻജിനീയറും സ്കൂളിൻ്റെ പ്രിൻസിപ്പളും എത്തി. ഇനി ദേഖ്തേ ഹി അധ്യാപക് ജി ഏകദം ചുപ്പ് ഹോ ഗയേ. അവരെ കണ്ടതും അധ്യാപകൻ മിണ്ടാണ്ട് നിന്നു. प्रिंसिपल साहब ने कहा अध्यापक जी आप इन बच्चों को लेकर यहाँ क्या कर रहे हैं. मुझे पता चला कि आप कई दिन से अपनी कक्षा में नहीं गए और यहाँ बच्चों को किसी गुप्त योजना के लिए तैयार कर रहे हैं. പ്രിൻസിപ്പൽ സർ ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്താണ് കുട്ടികളെയും കൊണ്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലായി, നിങ്ങൾ കുറേ ദിവസമായിട്ട് ക്ലാസ്സിൽ പോയിട്ടുമില്ല, എന്നിട്ട് ഈ കുട്ടികളെയും കൊണ്ട് എന്തോ ഒരു പ്ലാനിങ് ഉള്ള പരിപാടി ആണ്. अध्यापक V10 ने इस बात का कोई उत्तर नहीं दिया. അധ്യാപകൻ V10 ഒന്നും ഇതിനുള്ള റിപ്ലൈ കൊടുത്തില്ല. उन्होंने लेंस के साथ लगा बटन दबाकर किरणों का निकलना रोक दिया. അവർ ലെൻസിൻ്റെ അടുത്തുള്ള ഒരു ബട്ടൺ അമർത്തിയിട്ട് ആ ലൈറ്റ്സിനെയൊക്കെ നിർത്തി. और अपनी जेब से छोटी पेंसिल जैसी कोई चीज़ निकाली. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് എന്തോ പെൻസിൽ പോലത്തെ ഒരു സാധനം എടുത്തു. റോബോ എഞ്ചിനീയർ ने कहा आपने प्रिंसिपल की बात का जवाब नहीं दिया. നിങ്ങൾ എന്താ പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യത്തിന് റിപ്ലൈ കൊടുക്കാത്തത്? मैं आपको खोलकर देखना चाहता हूँ कि आपके भीतर गलत पुर्जे तो नहीं लग गए. ഞാൻ നിങ്ങളുടെ സ്പെയർ പാർട്സ് ഒക്കെ തുറന്ന് നോക്കട്ടെ, അതിൽ ഏതെങ്കിലും തെറ്റായ സ്പെയർ പാർട്ടാണോ വെച്ചിരിക്കണേ എന്ന്.
अध्यापक V10 ने बिना कुछ कहे पेंसिल यंत्रों की ओर घुमाई और उसमें लगा एक छोटा सा बटन दबाया. V10 അധ്യാപകൻ ആ പെൻസിൽ മെഷീൻ്റെ അവിടേക്ക് സൈഡിലേക്ക് ചെയ്തിട്ട് ഒരു ബട്ടൺ അമർത്തി. पेंसिल से हरे रंग की किरणें निकली और यंत्र टूट फूट कर ज़मीन पर गिरने लगे. പെൻസിൽ നിന്ന് ഒരു ഗ്രീൻ ലൈറ്റ് പുറപ്പെട്ടു എന്നിട്ട് അല്ലെങ്കിൽ വന്നു. എന്നിട്ടോ ആ മെഷീനുകൾ മുഴുവൻ പൊട്ടിയിട്ട് താഴെ വീണുപോയി. रोबो इंजीनियर ने पलक झपकते ही जेब से एक छोटी सी गोल चीज़ निकाली. ഇത് കണ്ടതും റോബോ എഞ്ചിനീയറിംഗ് പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയൊരു റൗണ്ട് സാധനം എടുത്തിട്ട് അധ്യാപക് V10 के कान के छेद का निशाना साध कर फेंक दी. എന്നിട്ട് അധ്യാപകൻ V10ൻ്റെ ചെവിയിലേക്കാണ് ഉന്നം വെച്ചിട്ട് എറിഞ്ഞത്. वे सीधे उनके मस्तिष्क में लगी और उनके टुकड़े टुकड़े हो गए. അത് നേരെ പോയിട്ട് പക്ഷേ നെറ്റിയിലാണ് പോയി വീണത്. എന്നിട്ട് V10 അധ്യാപകൻ്റെ ആ ഒരു സ്പെയർ പാർട്സും എല്ലാം കൂടി പൊട്ടിപ്പോയി. അധ്യാപക് ജി കാ ലോ ശരീർ ചാരോ കാനെ ഛിത് ജമീൻ പർ ഗിർ പട. അത് സ്റ്റീൽ കൊണ്ടല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. പ്രയോഗശാലാമേ ഏക് അജീബ് ദൃശ്യ ഉപസ്ഥിത. എല്ലാം കൂടി അങ്ങോട്ട് കേടുവന്നതിൻ്റെ ഒരു ദൃശ്യമായിരുന്നു ആ ലബോറട്ടറിയിൽ മുഴുവൻ. ബച്ചേ സെഹമേ ഹുവേ ഖടേ തേ. കുട്ടികൾ പേടിച്ച് അങ്ങോട്ട് നിന്നുപോയി. കുച്ച് ദേർ ബാദ് പ്രിൻസിപ്പൽ സാഹബ് ने बच्चों से पूछा, तुम लोग यहाँ क्या कर रहे थे? पूरी बात सच सच बताना. എന്നിട്ട് പ്രിൻസിപ്പൽ സാറ് കുട്ടികളുടെ അടുത്ത് ചോദിച്ചു, നിങ്ങളിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാ കാര്യങ്ങളും സത്യസന്ധതയായിട്ട് തന്നെ പറയണം. വിനീത ने हिम्मत बांधकर कहा. വിനീത ധൈര്യത്തോടെ പറഞ്ഞു, സർ ने एक ऐसी किरण इजाद की थी. അധ്യാപകൻ V10 ഒരു ലൈറ്റ് ഇജാദ് ഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ജിസ്സെ ഹം ബഹുത് ഹൽക്കെ ഹോക്കർ ആകാശ് മേ ബഡി തേസി സെ ജാ സക്തേ ഹെ. ഞങ്ങൾ വെയ്റ്റ്ലെസ് ആയിട്ട് ആകാശത്തിലേക്ക് വേഗം പോകാനുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. ഉസി കെ സഹാരെ ഹം ബൃഹസ്പതി ഗ്രഹ കി സേർ കർനെ ജാ രഹേ थे. ആ ഒരു ലൈറ്റിൻ്റെ സഹായതയോടെ തന്നെ നമ്മൾ ജൂപ്പിറ്റർ പ്ലാനറ്റിൽ പോവാൻ നിൽക്കുകയായിരുന്നു. ഷാം തക് വാപ്പിസ് ആ ജാത്തെ. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ചു വരാനുള്ള എല്ലാ ഏർപ്പാടും ആയിരുന്നു അത്. प्रिंसिपल साहब बोले, यह तो विलक्षण आविष्कार था और हमने इसे नष्ट ही कर दिया. വിലക്ഷൺ ആവിഷ്കാർ അതിശയകരമായ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഫാൻറ്റാസ്റ്റിക് ഇൻവെൻഷൻ തന്നെയായിരുന്നു, പക്ഷേ നമ്മൾ അതിനെ നഷ്ടപ്പെടുത്തി എന്ന്.